നമ്മളേറെ എല്ലാവരും ബഹുമാനിക്കുന്ന ആദരണീയനായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ചരമവാർഷിക ഒരു കാരുണ്യ ദിനമായിട്ട് ആചരിക്കുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി നമ്മൾ രാവിലെ പാർട്ടി ഓഫീസിൽ കേരളത്തിലെ എല്ലായിടത്തും നടന്നപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥന അർപ്പിച്ച് വൈകിട്ട് നമ്മള് അധികമാനം ശ്രദ്ധിക്കാത്ത ആളുകളോടൊപ്പം നമ്മുടെ സഹോദരിമാരോടൊപ്പം വൈകിട്ട് ഒരു ചെറിയ സായാഹ്നം ചെലവഴിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറ് മരിച്ച ദിവസം നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും. നമുക്കറിയാം, അദ്ദേഹം എന്നും പാവപ്പെട്ടവരായിട്ടുള്ള അധികമാനം ശ്രദ്ധിക്കാത്ത ആൾക്കാരോടൊപ്പം ചെലവഴിക്കുകയും അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാർ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള രാഷ്ട്രീയ നേതാവിന്റെ ഒരു പകരക്കാരനെ ഒരിക്കലും കേരളീയ സമൂഹത്തിനോ ലോകത്തിനോ കണ്ടെത്തുവാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഞാൻ യാത്ര ചെയ്ത് വന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, തമിഴ്നാട്ടിൽ നടന്ന ചർച്ചയിൽ നടന്ന ഒരു പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടി ഇതൊരു കുട്ടി വിളിച്ചതും ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന സഹപാഠിക്ക് വീടൊരുക്കി കൊടുക്കുന്ന ഒരു കഥ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആ ഒരു വർഷം ഉമ്മൻചാണ്ടി സാർ മരിച്ച 3 വർഷത്തിന് മുമ്പ് തമിഴ്നാട്ടിൽ ഏറ്റവും അധികം ആളുകൾ യൂട്യൂബിൽ കണ്ട ഒരു പ്രസംഗം അതായിരുന്നു, തമിഴിലുള്ള പ്രസംഗം. അതിന്റെ കൂടെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലായിരുന്നു ഈ വിളിച്ച കുട്ടി അകത്തായി പോകുമെന്ന് പറയുന്നു. ഉമ്മൻചാണ്ടി ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ പേരെടുത്ത് ചേട്ടാന്ന് പോലും കൂടാൻ വിളിച്ചു. അത്രമാത്രം ലാളിത്യമുണ്ട എളിമയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ഒരുപക്ഷെ പാവങ്ങളെ ഇതുപോലെ കരുതിയിരുന്ന അദ്ദേഹം എടുക്കുന്ന മന്ത്രിസഭയുടെ തീരുമാനമാണെങ്കിലും ഗവൺമെന്റ് തീരുമാനമാണെങ്കിലും പാവപ്പെട്ടവരായിട്ട് ഏറ്റവും താഴെ തട്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ട ഒരു മാന്യ ഏറ്റവും ബഹുമാന്യ വ്യക്തിയായിരുന്നു. എനിക്ക് തോന്നുന്നു 1970-കളിൽ ആദ്യമായിട്ട് അദ്ദേഹം നിയമസഭ വരുമ്പോഴും അതിനുശേഷം തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ആദ്യമായിട്ട് തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ട് പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങളാണെന്ന് അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ പഠിക്കുമ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം ഇടപെട്ടിട്ടുള്ള ആരോഗ്യം ഉണ്ടാകുന്ന സമയത്തും ഏറ്റവും അവസാനം ടെലിഫോണിൽ കൂടി നടത്തിയ സംഭാഷണവും നമുക്കറിയാം, ഗൾഫിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ഒരാളുടെ പ്രശ്നത്താണ് ഇടപെട്ടത്. അപ്പൊ എന്തുകൊണ്ടും ഏറ്റവും കാരുണ്യവാനായ ഒരു മനുഷ്യൻ, ആ കാരുണ്യവാനായ മനുഷ്യന്റെ മുന്നിൽ ഓർമ്മകൾക്ക് മുന്നിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും പ്രണാമവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് ഇറക്കിയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷ അലങ്കരിക്കുന്ന നമ്മുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജിജോ, ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയ ജിജോയെ ഇവിടെ കൂടി ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഭാഗമാശംസിക്കുന്നു. ഇവിടെ വേദി ഒരുക്കി തന്ന ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഉമ്മൻചാണ്ടി സാറിന്റെ പരിപാടിയായിട്ട് ഞാനിവിടെ രണ്ടാമതാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി മുമ്പ് വന്നു ഉണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വത്തിന്റെ 50ാമത് വാർഷികം ആഘോഷിച്ചപ്പോൾ ഒരു ദിവസം രാവിലെ അന്ന് ഇതുപോലെ സാധനങ്ങളൊക്കെയാണ്. അത് നമ്മൾ വലിയ ഒരു പരിപാടി ചെയ്യുവാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹമാണ് അത് ആരോഗ്യം ഉണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ രാവിലെ ഫോട്ടോട് നോക്കി, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം അന്ന് നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് ആ 50ാമത് ജൂബിലി ആയിട്ട് വന്നിട്ടുള്ള സാധനമായിട്ട് അന്നും ഇത് വേദി വയ്ക്കുന്ന വർഷങ്ങളായിട്ട് വേദി ഒരുക്കി തരികയും അത് ഈ വേദിയിൽ ഒരുക്കുന്നതിനുപരിയായിട്ട് ഒരുപാട് സാധാരണ നമ്മുടെയൊക്കെ അമ്മമാരെയും നമ്മുടെ സഹോദരിമാരെയും ഒക്കെ ഒരിക്കലും മടിയും കൂടാതെ നോക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന, ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ലാളിത്യത്തിന് വേണ്ടി ഏറ്റവും പാവപ്പെട്ടവരെ കണ്ട് അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് അവരെ സഹായിക്കുന്ന സിസ്റ്റർ, ആ സിസ്റ്റേഴ്സിന്റെ നേതൃത്വം കൊടുക്കുന്ന ഈ മഠത്തിന്റെ മദറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായ സാധനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാൻസി. നമുക്കറിയാം, പക്ഷേ പിന്നെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഞാൻ ഓർമ്മ ഈ ശാന്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ 2020 ശേഷമാണ് ഇങ്ങനെ ശാന്തിയിലേക്ക് കൂടുതൽ വരാൻ. അവരുടെ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞിട്ട് വരുമായിരുന്നു. ഇപ്പം കാർഷിക മേഖലയാണ് വിവിധ പ്രവർത്തനങ്ങളൊക്കെ അന്ന് ഞാനുള്ള 2000 മെമ്പറായിട്ട് കാണുന്നുണ്ട്. പിന്നെയുള്ള ഈ ഇവിടെ എല്ലാ പ്രവർത്തനത്തിലും നാൻസിയുടെ കയ്യൊക്കെ ഉണ്ടാകുന്ന ഒരു നേതൃത്വം ഉണ്ടാകുന്നു.
അന്ന് തൊട്ട് ഈ പരിപാടിയുമായിട്ട് ഏറ്റവും ആത്മാർത്ഥമാണ് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാഹുൽ പ്രശ്നം ആൻസിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആത്മാർത്ഥമാണ് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ഇടമനസാണ് നമ്മുടെ ഈ നാട്ടുകാരും കൂടി ആയിട്ടുള്ള ഇടമനസാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുറുകൂടിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയൊക്കെ ഏറ്റവും ആത്മാർത്ഥമുള്ള പിന്നെ ഇവിടെ ഇടമനസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആത്മാർത്ഥമാണ് സ്വാഗതം. ഏറ്റവും കൂട്ടിക പഞ്ചായത്ത് പക്ഷേ കേരളത്തിൽ കൂട്ടിക പോയി പക്ഷേ ഒരു പേരെടുത്ത് പറയാൻ പേരെടുത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ പേരെടുത്ത് വിളിക്കുവാൻ ഒരു പേര് ആവശ്യപ്പെടാൻ ഏറ്റവും ആദ്യം വിളിക്കുന്ന അൻസാറിന്റെ പേരായി. പിന്നെ അൻസാരിയെ മാത്രമാണ് ഞാൻ പേരെടുത്ത് ആ മനുഷ്യന്റെ എല്ലാ കാലത്തും വിളിച്ചുകൊണ്ട് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ എത്ര ആൾക്കൂട്ടത്തിനിടെ നിന്നാലും അൻസാരിയെ പേരെടുത്ത് വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അത്ര ഇന്നൊന്നിനോ അല്ല, വർഷങ്ങളായിട്ട് ഞാനും അൻസാരിയായിട്ടൊരു 35 വർഷത്തെ പരിചയമുണ്ട്. ആ കാലത്ത് തന്നെ ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ ഓഫീസിൽ പോകാൻ ശ്രദ്ധിക്കാറുണ്ട്. അൻസാരിയെ പേരെടുത്താണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ പേരെടുത്ത് വിളിക്കാൻ ഉമ്മൻചാണ്ടി സാർ ഏറെ ആത്മാവെന്നുണ്ടായിരുന്ന നമ്മുടെ മുണ്ടക്കൽ സർവീസ് ഭയങ്കര വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അൻസാരി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആത്മാർത്ഥമാണ് സ്വാഗതം. സർവോപരി ഈ പരിപാടി ഇത്രയും നല്ല രീതിയിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ശാന്തിയിലേക്ക് കടന്നുന്ന എല്ലാ സിസ്റ്റേഴ്സിനും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആത്മാർത്ഥമാണ് സ്വാഗതം. അതെല്ലാം ഉമ്മൻചാണ്ടി സാർ എല്ലാ കാലത്തും ആഗ്രഹിച്ച പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ, സമൂഹം അധികം നോക്കാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു നേതാവിന്റെ സ്മരണ പുതുക്കുമ്പോൾ അതിലേക്ക് കടന്നുന്ന എന്റെ മുന്നിലേക്ക് എല്ലാ സഹോദരിമാരെയും ഇനി ആരെങ്കിലും വിട്ടുപോയിട്ട് നിങ്ങൾക്ക് എല്ലാവരെയും ഏറ്റവും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ആശംസിച്ചുള്ള ചെറിയ വാക്കുന്നത് നന്ദി, നമസ്കാരം പറഞ്ഞു. ഈ അമ്മമാർക്കൊപ്പം ഈ എല്ലാ ആളുകളോടുമൊപ്പം ഞാൻ അദ്ദേഹത്തിന്റെ ആ ദീപ്തമായ സ്മരണ ഒരിക്കൽ കൂടി നിങ്ങൾ മുമ്പിൽ പറയുന്നു. അദ്ദേഹത്തോട് കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പത്രമാധ്യമത്തിൽ കൂടെയൊക്കെ നമ്മൾ അറിഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഒരു വിശുദ്ധനാണോ എന്നൊക്കെ ആ സമയത്ത് മരണത്തിന് ശേഷമുള്ള സമയത്ത് ചർച്ച ചെയ്തു. ഒരു പക്ഷേങ്കിൽ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ആള് ക്രൈസ്തവ ദർശന പ്രകാരം ഒരു വിശുദ്ധനാവുക എന്നുള്ള കാര്യം അസാധ്യമാണ്. കാരണം പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് പല കാര്യങ്ങളിലും ചില വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആകുന്ന സാഹചര്യങ്ങളോ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. ആ രംഗത്ത് കൃത്യമായിട്ടും നീതി പുലർത്തുകയും ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും കാരുണ്യത്തിന്റെ വക്താവുകയും ചെയ്ത അദ്ദേഹം ഒരു പക്ഷേങ്കിൽ ഒരു മാലാഖയായിട്ട് തന്നെ നമുക്ക് കാണേണ്ടത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ കൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് കുടിയേറാൻ പറ്റിയ ഒരു ജനകീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ. എനിക്കിവിടെ പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന ഈ മദറിനെയും ഈ സിസ്റ്റർമാരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരാഴ്ച മുന്നേ ഞാനിവിടെ കൊണ്ടുവന്ന ഒരു കമലാക്ഷി അമ്മ ഇവിടെയുണ്ട്. അമ്മയുടെ കാല് പഴുത്ത് വ്രണമായിരുന്നു. ആ വ്രണം കഴിക്കാനായിട്ട് പറ്റാഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ചു പോയി, വീണ്ടും തിരികെ വന്നു. അന്നും കാലിൽ മുറിവുണ്ട്, അതുപോലെ തന്നെ മൂത്രമൊക്കെ പിടിവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ആ അമ്മച്ചി വളരെ കഷ്ടത്തിലായിരുന്നിട്ടും ഇപ്പോഴെനിക്ക് അമ്മച്ചിയുടെ ചിരിയൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഈശ്വരനാണ് ആ അമ്മച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കിവിടെ പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന ഈ മദറിനെയും ഈ സിസ്റ്റർമാരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാവരും ഉപേക്ഷിച്ച് കളയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല അമ്മമാരും നമ്മുടെ ഈ ഏറ്റുകാരുകാർ തന്നെ അങ്ങനെ ഉപേക്ഷിച്ച് കളയുമ്പോൾ സ്വന്തം മക്കൾക്ക്, അത് 8-10 മക്കളുള്ളവർ പോലും സ്വന്തം മാതാപിതാക്കളെ നോക്കാതെ തെരുവിലിറക്കി വിടുമ്പോൾ എല്ലാവരും നോക്കുന്നില്ല. നിങ്ങൾക്ക് അറിയത്തില്ല, ഈ നമ്മുടെ ഈ പഞ്ചായത്തിലെ കുറെ അമ്മമാര് ഇവിടെ നിന്ന് വേറെ സ്ഥാപനത്തിലുണ്ട്. കാരണം അവർക്ക് ഇവിടെ താമസിക്കുമ്പം ഇവിടുത്തെ അവരുടെ കുടുംബക്കാർക്ക് നാണക്കേടായതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ എല്ലാം പിന്നിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സങ്കടത്തോടു കൂടി പറയുന്നത്. അമ്മമാരുടെ കയ്യിൽ 3, 4, 5 ലക്ഷം രൂപ വരെയുണ്ട് അവർ കൂലിപ്പണിനെ എടുത്ത് ഉണ്ടാക്കിയ പൈസ. ആ പൈസയൊക്കെ ആയിട്ട് മക്കളെ സഹായിച്ച് അവരുടെ വീട്ടിൽ നിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ഒരു നേരം ആഹാരം പോലും കൊടുക്കാതെ നോക്കാതെ പറഞ്ഞു വിട്ടിട്ട് അവർ ഇവിടെ വന്നിട്ട് ഇവിടെ പോലും നിൽക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിൽ അവർ വേറെ സ്ഥാപനങ്ങളിലൊക്കെ ഇന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ പോയി കാണാറുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അപ്പം നമുക്കറിയാം ഇവിടെ ഈ പ്രായം കുറഞ്ഞ സിസ്റ്റർ ഇരിപ്പുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലോട്ടൊന്ന് ചിന്തിച്ചു നോക്കി. എനിക്കൊരു മോളുണ്ട്, ഞാൻ വിട്ടില്ല. അതുപോലെ ഇപ്പോഴും മഠത്തിലേക്ക് ഇതുപോലെ സേവനം ചെയ്യാനായിട്ട് ഒരു മക്കളെയും ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ വിടുന്നില്ല. എന്നാൽ ഇവരെല്ലാവരും ഇഷ്ടപ്പെട്ട സമൂഹത്തിൽ ഏറ്റവും അവസരായ, ഏറ്റവും താഴെത്തട്ടിലുള്ള ആരുടെ കണ്ണുനീരാണോ ഒക്കേണ്ടത് അവരെ സഹായിക്കുവാനായിട്ട് സ്വന്തം ജീവിതം ത്യജിച്ച് ഒരു ആയുസ് മൊത്തവും ഇവിടെ തന്നെ ജീവിച്ച്, നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ ഒരു വേദന വന്നാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നമ്മുടെ കാല് തിരിഞ്ഞു തരാനോ ഒന്ന് സഹായിക്കാനോ നമ്മുടെ മക്കളൊക്കെ കാണും. ഒന്ന് സ്വാതന്ത്ര്യമേകാനോ പ്രായമായാലും അവരെ ഒന്ന് സഹായിക്കാൻ. എന്നാൽ ഇവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിച്ചുകൊണ്ട്
ഈ സിസ്റ്റർമാര് വളരെ സന്തോഷവതികളായിട്ട് തന്റെ ദൗത്യം ചെയ്യുകയാണ്. ഇവിടെ ഞങ്ങളുടെ കൂടെ ഈ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരാനായിട്ട് കാണിച്ച നല്ല മനസ്സിന് ആരും നന്ദി പറയട്ടെ. ഈ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി അനുസ്മരിക്കുന്ന നല്ല ദിനത്തില് ഈ മനസ്സുമാരെ നിങ്ങൾ ഓർക്കുകയും ഇവരോട് കടന്നു വരിക നിങ്ങൾ ചെയ്തു. തീർച്ചയായിട്ടും ഈ നാടിന്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാലോ, സമൂഹത്തില് ഇങ്ങനെയുള്ള ആൾക്കാർ ഇല്ലാതാകണമെങ്കിൽ ഈ സമൂഹം ഒന്നിച്ചെന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ സമൂഹത്തിന്റെയും കൂടെ ഉത്തരവാദിത്തം മാത്രമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ കാണിച്ചിട്ടുള്ള ഉത്തരവാദിത്തത്തിന് ആദ്യം നന്ദി പറയുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് ഈ അതിഥികൾക്കുള്ള ഗ്രാൻഡ് അനുവദിച്ചിട്ടുള്ളത് സാറിന്റെ കാലത്താണ്. സാർ അനുവദിച്ചിട്ടുള്ള ഗ്രാൻഡ് പിന്നീട് ഒതുക്കിയതായിട്ട് എനിക്ക് എന്റെ അറിവിലില്ല. എന്റെ അറിവില് പിന്നെ അത് പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെന്റും ഗ്രാൻഡ് ഒതുക്കിയിട്ടില്ല. ആ ഗ്രാൻഡ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കഴിഞ്ഞ വർഷത്തെ ഗ്രാൻഡ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവർക്ക് വേണ്ടി കിട്ടുന്ന ഗ്രാൻഡ് അത് കിട്ടുമ്പോഴാണ് നമുക്കൊരു കുറച്ച് നാളെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ആ കഴിഞ്ഞ വർഷത്തെ ഗ്രാൻഡ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ആ ഗ്രാൻഡ് ഇനിയുള്ള ഗവൺമെന്റ് പുതുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് കുറെ വർഷങ്ങളായിട്ട് തന്നെ ഗ്രാൻഡ് പുതുക്കാതെ തന്നെ കിടക്കുകയാണ്. തീർച്ചയായിട്ടും സെക്ടറിലെ ഗ്രാൻഡ് പുതുക്കി തരണമെന്നുള്ള ഈ വർഷം നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ കാണിച്ചിട്ടുള്ള മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് 1943 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം പുതുപ്പള്ളിയിൽ കരോട്ട് വള്ളക്കാലൽ വീട്ടിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ വല്യച്ഛൻ അന്ന് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പറായിരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ വന്നു. ഞാൻ രാഷ്ട്രീയത്തിന്റെ കാര്യം പറയുന്നത് 1970 അദ്ദേഹം മത്സരിച്ചു. ആദ്യമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടായിരിക്കുമ്പോഴാണ് മത്സരിക്കുന്നത്. 26 വയസ്സ്. അദ്ദേഹത്തിന്റെ ഇലക്ഷന് അന്ന് 25,000 രൂപ. അന്നത്തെ ഞാനിത് പറയുന്ന പ്രധാന കാര്യം മാത്രമേ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിത രീതിയെ സംബന്ധിച്ച്. അന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീ പ്രൊഫസർ KN ചാണ്ടി എന്ന് പറയും. ഉമ്മൻചാണ്ടിയേക്കാൾ എത്രയോ വലിയ നേതാവായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി വളരെ ചെറിയ ആള് 25,000 രൂപ കൊടുത്തു. അന്നത്തെ ചെലവിനത് മതി. 1970 സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. 2,500 രൂപ പിരിച്ചു കിട്ടി ആ പുതുപ്പള്ളിയിൽ നിന്ന്. പുതുപ്പള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായി EM ജോർജ് എന്ന് പറഞ്ഞ ആൾ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഉമ്മൻചാണ്ടി അവിടെ മത്സരിക്കുകയാണ്. ഉമ്മൻചാണ്ടി 7,288 വോട്ടിന് ജയിച്ചു. ജയിച്ചു കഴിഞ്ഞപ്പം 2,500 രൂപ KPCC പ്രസിഡന്റ് തിരിച്ചു കൊടുത്തു. അപ്പൊ ആളുകൾ തീരുമാനിച്ചു, പുതുപ്പള്ളിയിലെ ആളുകൾ തീരുമാനിച്ചു, ഈ മനുഷ്യനെ പകരം വെക്കാൻ വേറെ ആളില്ല. 12 തെരഞ്ഞെടുപ്പുകളിലാണ് പിന്നീട് അദ്ദേഹം ജയിച്ചത്. ഇങ്ങനൊരാള് കേരളത്തിൽ ഉണ്ടായിട്ടില്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. ഇതിനേക്കാൾ എത്രയോ വലിയ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്, PSPയില്, പിന്നെ കേരള കോൺഗ്രസിലൊക്കെ നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ ഉണ്ടായിട്ടില്ല. അതാ കാര്യം. ഉമ്മൻചാണ്ടി ആദ്യം മന്ത്രിയാകുന്നത്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയട്ടെ. ഉമ്മൻചാണ്ടി ആദ്യം മന്ത്രിയാകുന്ന ദിവസം ഈ ഏന്തയാറ്റ് നിൽക്കുമ്പോഴാണ് മന്ത്രിയാകുന്നത്. സത്യമാണ് പറയുന്നത്. ആ കൃഷ്ണപ്പൻ എന്ന് പറയുന്ന ആളിന് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. ഇതുപോലെ മനുഷ്യനെ സ്നേഹിച്ച ഒരാളാ. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റായി. കൃഷ്ണപ്പന് വീട് വാങ്ങിച്ചു കൊടുത്തത് ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന യൂണിയനാണ്. അതിന് താക്കോൽ ദാനം നടത്താൻ വേണ്ടി ഉമ്മൻചാണ്ടി വന്നു താക്കോൽ കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വരുന്ന അവസരത്തിലാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തിന്റെ അടുത്തുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നെങ്കിൽ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ അന്ന് രാത്രിയിൽ അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായി അദ്ദേഹത്തിന് നിശ്ചയിച്ചു. അപ്പൊ എന്റെയാളുമായി അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഉമ്മൻചാണ്ടി മരിച്ചതിന്റെ പിറ്റേ ദിവസം ഏറ്റുമാനൂര് ബസ് സ്റ്റാൻഡിൽ അദ്ദേഹത്തിന്റെ പടം വെച്ചു. അവിടെ നീണ്ടൂരുകാരത്തി ഒരു ഉമ്മ, വിളങ്ങാട്ട് വീട്ടിൽ എന്ന് പറയും, ഈ ലോട്ടറി വിറ്റ് നടക്കുന്ന ഒരു ഉമ്മ, 67 വയസ്സുള്ള ആ സ്ത്രീ ആ ഫോട്ടോ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞു. ഉമ്മൻചാണ്ടി പോയല്ലോ, മാണിച്ചാറും പോയല്ലോ, ഇനി ആരുണ്ടെന്ന് പറഞ്ഞു. അതായിരുന്നു ഉമ്മൻചാണ്ടി. ഞാൻ ഈ ഇദ്ദേഹം പല പ്രാവശ്യം പോയിട്ട് ഞാൻ എത്രയോ പേരുമായിട്ട് ഇദ്ദേഹത്തോടൊപ്പവും അല്ലാതെ സത്യം പറയുന്നതാണ്. നമ്മളൊരിക്കലും ഓരോരുത്തരോരോ കാര്യം പറയുന്നു. ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി ഇവിടുന്ന് വണ്ടി പിടിച്ചു പോയിട്ടുണ്ട്. വണ്ടി ഇല്ലാതെ ഇവിടെ അദ്ദേഹത്തിന് ക്രിസ്മസിൽ മുഖ്യമന്ത്രി താമസിക്കുന്ന സ്ഥലമാണ് ക്രിസ്മസ്. നിങ്ങൾ അറിയണം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഉണ്ട്, നേരത്തെ ഉള്ളവരുമുണ്ട്. ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്ന് പൂജപ്പുരയിൽ കിടക്കും. ഇത് അദ്ദേഹം എഴുന്നേറ്റ് വരേണ്ട രാത്രി 12 മണിയും 1 മണി കഴിഞ്ഞായിരിക്കും അദ്ദേഹം വന്നിരിക്കുന്നത്. അവിടെ കിടന്നിട്ട് ഈ ഒരു 6-7 ആകുമ്പോൾ കയറി ചെല്ലുമ്പോ പോലീസുകാർ നിൽക്കുക. ഈ ആന്റണി എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കൽ ചെന്നപ്പം പറഞ്ഞു അവിടെ തടഞ്ഞു നിർത്തി. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വരികയാണെന്ന്. വേറെ യാതൊരു കാര്യവും പറഞ്ഞില്ല, ഒന്നും ചോദിച്ചില്ല, കയറിപ്പോയി. ഇതായിരുന്നു ഉമ്മൻചാണ്ടി. ഞങ്ങളോട് മാത്രമല്ല, ഞാൻ കോൺഗ്രസിന്റെ ഒരു ചെറിയ പ്രവർത്തകനായ എന്റെ അപ്പൻ മരിച്ചപ്പോൾ
എന്റെ പിതാവ് മരിച്ചപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി ഇവിടെ വന്നു. ഇത് എന്നോട് മാത്രമല്ല, കേരളത്തിലെ അദ്ദേഹത്തിന് അറിയാൻ മേലാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൈ കൊടുത്ത, അദ്ദേഹം ചേർത്ത് നിർത്താത്ത ആളുകളായിരുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയ കാര്യത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വിട്ട് നിർത്താൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സേവനം, ഇതുപോലെ സേവനം ചെയ്യാനൊന്നും ആർക്കും സാധ്യമല്ല സാധാരണ ആളുകൾക്ക്. ഇവരെ ഈ അമ്മമാരെ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. കേരളത്തിലാ കൂടുതൽ. കേരളത്തിലാ വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടുതൽ. ഇവരെ സംരക്ഷിക്കാൻ മക്കളെ, സൗകര്യമുള്ള മക്കളെ, സാമ്പത്തികമുള്ള മക്കളൊന്നും തയ്യാറാകുന്നില്ല. ഇങ്ങനെയായി പോയി സമൂഹം. ഇതിന് എന്ത് മാറ്റം വരുത്താൻ കഴിയും? എനിക്കൊരു പോംവഴി പറയാൻ നിവൃത്തിയില്ല. ഈശ്വരൻ അതിനൊക്കെ ഒരു സഹായിക്കട്ടെ. അച്ഛനെപ്പോലുള്ള ആള്, കൈപ്പമ്പ്ളാക്കൽ അച്ഛനെപ്പോലുള്ള ആളുകളുടെ ജീവിതവും അവരുടെ പ്രാർത്ഥനകളും അതിനൊക്കെ ഒരു മാറ്റം വരുത്തട്ടെ. ഇങ്ങനെ ഈ സിസ്റ്റേഴ്സില്ല. ഇവർ പറഞ്ഞ എത്രയോ സത്യമായ കാര്യമാണ്. ഒന്നാമത് മക്കളുടെ എണ്ണം കുറവ്. മക്കളെ കന്യാസ്ത്രീമാരായി പോകാൻ തയ്യാറാകുന്നില്ല. ഇതൊക്കെ വലിയ കാര്യം ഞങ്ങൾ മനസ്സിലാക്കുക. സത്യമായിട്ടും നിങ്ങൾ ചെയ്യുന്ന സേവനത്തെ കൂട്ടുകയോടുകൂടി ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയാനും, ഉമ്മൻചാണ്ടിയെ പോലൊരാൾ, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, സമയം. ഉമ്മൻചാണ്ടിയുടെ കവറ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് പുതുപ്പള്ളി പള്ളിയിൽ ഭക്തിയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കല്ലറയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ വല്യപ്പൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ വല്യപ്പനെ, അപ്പനെ, അമ്മയെ ഒക്കെ അടക്കിയെടുത്തല്ല, ഉമ്മൻചാണ്ടിയെ, അതായത് അച്ഛന്മാരെ അടക്കുന്ന, വൈദികരെ അടക്കുന്ന, അവർക്ക് മാത്രം, അത് പള്ളിയുടെ മുറ്റത്തെ പ്രത്യേക സ്ഥലത്താ ഉമ്മൻചാണ്ടി അടക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കല്ലറ. അങ്ങനെ ഈ കേരളത്തിൽ കത്തോലിക്ക സഭയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ഒരിക്കലുള്ള കാര്യമല്ല. പക്ഷെ അവരുടെ പള്ളിയിൽ അവരുടെ കമ്മിറ്റി കൂടി അന്ന് തന്നെ തീരുമാനിച്ചു അദ്ദേഹത്തെ. എന്താ പറഞ്ഞത്? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നുണ്ടല്ലോ. ഞാൻ അദ്ദേഹം മരിച്ച പത്രം ഇന്ന് രാവിലെ, അദ്ദേഹത്തിന്റെ 3 വർഷം മുമ്പ് മരിച്ചതിന്റെ പിറ്റേ ദിവസമുള്ള പത്രങ്ങൾ ഞാൻ ഇന്ന് രാവിലെ നോക്കി. എന്റെ കയ്യിലുണ്ട്. അതിനകത്ത് അവർ പറഞ്ഞത്, ഇത്രയും ദീനാനുകമ്പയുള്ള ഒരു മനുഷ്യൻ ഈ കേരളത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന കൊടുത്തു. നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ സേവനത്തിന് എല്ലാ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന, ഇത് തീർച്ചയായിട്ടും ഈ മദർ പറഞ്ഞ കാര്യം ഞങ്ങളുടെ MLA യുടെ പറയാൻ, ഈ പഞ്ചായത്ത് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും അവരെല്ലാം ഞങ്ങൾ അതിനകത്ത് തീർച്ചയായിട്ടും അത് അറിയിക്കുകയും ചെയ്യാൻ കഴിയുന്ന. ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഇത് ഒരു കാര്യവും ഒരു കുഴപ്പമില്ലാതെ പിറ്റേ ദിവസവും നടത്താൻ കഴിയുമായിരുന്നു. എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഇവിടുത്തെ അന്തേവാസികളായ കമ്മിറ്റിമാരെ, ഈ സംരംഭത്തിന് പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്, പ്രവർത്തകരെ, ഞാൻ കൂടുതലൊന്നും ഉമ്മൻചാണ്ടിയെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് മുമ്പ് പ്രസംഗിച്ച അധ്യക്ഷനും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സാറൊക്കെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഉമ്മൻചാണ്ടി എന്ന ഒരു മഹാപുരുഷൻ ഇന്ത്യയിലെ ജനകോടികളുടെ, പ്രത്യേകിച്ച് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേർന്ന് കേരള ജനതയെ മുന്നോട്ട് നയിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു മഹാനായ ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി. അദ്ദേഹം ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നതിനാണെന്നല്ല, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു. പക്ഷേ ആ കുടുംബം കേരളത്തിന് നൽകിയ സംഭാവനകൾ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയിൽ കൂടിയാണ് എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി എന്ന മഹാപുരുഷൻ നമ്മൾ വിട്ട് വേർപിരിഞ്ഞപ്പോൾ നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ എത്ര കൊണ്ട് പറഞ്ഞാലും മതിയാകില്ല എന്നറിയാം. ഇത്രയും മഹാജനങ്ങൾ പങ്കെടുത്ത ഒരു ഇതുപോലെ വിലാപയാത്ര കേരളത്തിൽ ഇതിരുമ്പോൾ പല മഹാന്മാരും മരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു. മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു. നമുക്കറിയാം, മെട്രോ ലൈൻ വന്നു, ഇവിടെ കണ്ണൂർ എയർപോർട്ട് വന്നു, അതുപോലെ തന്നെ വിഴിഞ്ഞ തുറമുഖം കൊണ്ടുവന്നു, അതുപോലെ സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നു. ഇതിൽ കൂടെയൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കത്തക്ക രീതിയിലുള്ള സംരംഭത്തിന്റെ നേതൃത്വം കൊണ്ടാൻ ഉമ്മൻചാണ്ടിയെ പോലുള്ള മഹാ നേതാവിന് സാധിച്ചു എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു.
ഈ പ്രിയപ്പെട്ട അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും വിഷമമുണ്ട്. നാളെ ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതായിരിക്കുമല്ലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോകും. എന്നാലും ഈ സമൂഹം നിങ്ങളോടൊപ്പം, ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറായി മുന്നോട്ട് കടന്നു വരുന്നതിൽ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നമുക്കില്ല. ഈ ഒരു കാലത്തിൽ നമ്മുടെ 10-40 വർഷം മുമ്പ് ഈ ഇവിടെ ശാന്തി നിലയത്തിൽ വരുമ്പോൾ 10, 50, 70 പ്രവർത്തകരുടെ അന്ത്യവാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണം കുറവാണ്, 30 പേർ ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ അന്നൊക്കെ കന്യാസ്ത്രീകൾ തന്നെ ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് തന്നെ ഉണ്ടായിരുന്നു, 10-20 പേരുണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വെള്ളയെണ്ണാവുന്ന ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് ഈ രംഗത്തേക്ക് കടന്നു വരുന്ന ആൾക്കാർ എണ്ണം കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് നാളുകളിൽ നിങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു വയോജന വകുപ്പ് തന്നെ ഈ സതീശൻ ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് മുൻകൈയെടുത്തത്. ഒരു വയോജന ഒരു വകുപ്പ് തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത് ഈ അന്തേവാസികളായ അതിഥികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ തന്നെ ഏറ്റെടുക്കുന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഈ നിങ്ങളോടൊപ്പം വന്ന് പങ്കുചേരാനും നിങ്ങളെ കാണുവാനും അവസരം തന്ന ഇവിടുത്തെ മഹേഷിനെയും ഒക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉമ്മൻചാണ്ടിയെ പറ്റി നമുക്കൊരു ഇന്റർവ്യൂവിന്റെ ഒരു അഭിമുഖത്തിന്റെ ആവശ്യമില്ല. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് ജനങ്ങളാൽ ജീവിച്ച് ജനങ്ങൾക്ക് വേണ്ടി 50 വർഷം ജനങ്ങളുടെ മുന്നിൽ 100% ആത്മാർത്ഥതയുടെ ഒരു പൊതുപ്രവർത്തനം നടത്തിയ ഏറ്റവും ജനകീയനായ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യ സ്പർശങ്ങള് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും താഴ്ത്തിൽ കിടക്കുന്ന ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ സഹായിക്കാം എന്നത് നോക്കിയിട്ടുള്ള പദ്ധതികളായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നിരുന്ന ഓരോ പദ്ധതികളും. അതിന്റെ ഗുണങ്ങൾ സമൂഹത്തിൽ കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഒന്നല്ലെങ്കിലും വേറെ രീതി, അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് സഹായം വരും. അതായത് ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഏറ്റവും അനാഥരായിട്ടുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചിരുന്ന ഒരു മഹാനായ ഒരു മുഖ്യമന്ത്രിയുടെ ഓർമ്മദിനം ഇങ്ങനെ നമുക്ക് ഇവിടെ അമ്മച്ചിമാരുടെ കൂട്ടത്തില് അനുസ്മരിക്കാൻ കഴിഞ്ഞതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും നിലനിർത്തും മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരുന്ന എല്ലാ അമ്മച്ചിമാർക്കും എല്ലാ പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ട് നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് നമുക്കറിയാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസത്തിലെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. എല്ലാവരെയും കൂട്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് മുന്നിട്ടിറങ്ങിയ നമ്മുടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും അതുപോലെ നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെമ്പർമാരും പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരെയും ഈ ഒരു വേദിയിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ നമ്മളൊക്കെയാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ളത്. നമ്മളെയൊക്കെ കാണുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇവർക്ക് ഒരു സന്തോഷം. ഇവരുടെ മക്കളെക്കാട്ടിലും നമ്മളൊക്കെ ഇടയ്ക്ക് വന്ന് കണ്ടുപോകുമ്പോൾ ഇവർക്കൊക്കെ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും എല്ലാവർക്കും ദൈവമായിട്ട് നമുക്ക് ആശംസിക്കുന്നു. താങ്ക് ഞാനേ എന്റെ വീടും സ്ഥലവും നിർത്തിവെച്ച് ഞാൻ പൈസ കൊടുത്തു. അത് തെറ്റാണെന്ന് അതിലെന്റെ ശരി. എന്നെ നോക്കി കൊടുക്കാൻ ഞാൻ ട്രൈ ചെയ്തു. ഒരു വാക്ക് അവിടെ നിന്ന് പറഞ്ഞാ പറ, അല്ലാത്ത എന്നെ വെള്ളി പറയല്ലോ. വാ നമുക്ക് ഈ യോഗത്തിന് കൃതജ്ഞത പറയുവാൻ വേണ്ടി പ്രിയങ്കരായ ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അനുഷ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രസിഡന്റ് ശ്രീമതി ആൻസിയ ബസ്റ്റിന്, നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ, നമ്മുടെ കോൺഗ്രസിലെ നേതാക്കന്മാര്, മെമ്പർമാര്, ഏറ്റവും ബന്ധുമാര്, സിസ്റ്റേഴ്സ്, അച്ഛന്മാര്, നമ്മൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസത്തിൽ നമ്മളിന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസത്തിൽ നമ്മളിന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസത്തിൽ നമ്മളിന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസത്തിൽ നമ്മളിന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസത്തിൽ നമ്മളിന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ
അടുത്തു തന്നെയുള്ള നമ്മുടെ ഈ ശാന്തിനിലയത്തിലുള്ള അമ്മച്ചിമാരോടൊത്ത് അല്പസമയം നമുക്ക് ചിലവഴിക്കാനും ഒക്കെ സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ നേടിയാലും നമ്മുടെ ജീവിതത്തിൽ ഇത് നിലനിന്ന് പോകുന്നത് ഒക്കെ നമുക്ക് ഇത്തരത്തിൽ കിട്ടുന്ന ചില അനുഭവങ്ങളൊക്കെയാണ്. ഈ വലിയ വേളയിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്നത്തെ പരിപാടിക്ക് നേതൃത്വം നൽകിയ കുട്ടികൾ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിക്ക് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നിവിടെ പരിപാടി നടത്താൻ നമുക്ക് അവസരം എടുക്കുന്ന നമ്മുടെ മഠത്തിന്റെ നമ്മുടെ ബഹുമാനിയ മദറിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഓരോ പ്രവർത്തകർക്കും അതോടൊപ്പം നമ്മുടെ മെമ്പർമാർക്കും നമ്മുടെ ബാക്കി സിസ്റ്റേഴ്സിനും നമ്മുടെ എല്ലാ അമ്മച്ചിമാർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു.